ICC ചാമ്പ്യൻസ് ട്രോഫി പോരാട്ടം സെമിയോട് അടുക്കുകയാണ്. ഗ്രൂപ്പ് എയിൽ നിന്നും ഇന്ത്യയും ന്യൂസിലാൻഡും, ഗ്രൂപ്പ് ബിയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയും ഓസ്ട്രേലിയയുമാണ് സെമിയിലേക്ക് എത്തിയത്. ഇവരിൽ ആരൊക്കെ തമ്മിലാണ് സെമി പോരാട്ടമെന്നത് ഇന്നത്തെ ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരത്തിന് ശേഷം വ്യക്തമാവും. ആദ്യ 2 മത്സരവും വിജയിച്ച് മിന്നും ഫോമിലാണ് ഇന്ത്യയുടെ വരവ്. ന്യൂസിലാൻഡും സന്തുലിതമായ നിരയാണ്. ഇന്ത്യ കിവീസിനെ തോൽപ്പിച്ചാൽ സെമിയിൽ ഓസ്ട്രേലിയയെ നേരിടേണ്ടി വരും. കിവീസിനോട് തോറ്റാൽ സൗത്ത് ആഫ്രിക്കയാവും സെമിയിലെ എതിരാളികൾ. രണ്ടായാലും ഇന്ത്യക്ക് മുന്നിലുള്ളത് വലിയ വെല്ലുവിളിയാണെന്ന് പറയാം. ഇപ്പോഴിതാ ഇന്ത്യ ഇത്തവണ ഫൈനലിൽ ഓസ്ട്രേലിയയെ നേരിടുമെന്നും 1 റൺസിന് വിജയിച്ച് രോഹിത് ശർമ്മയും സംഘവും കപ്പ് നേടുമെന്നും പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഓസീസ് നായകനായ മൈക്കൽ ക്ലാർക്ക്. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാവും ഫൈനൽ പോരാട്ടമെന്നാണ് മൈക്കൽ ക്ലാർക്ക് പ്രവചിക്കുന്നത്. ഇത് സംഭവിക്കണമെങ്കിൽ ഇന്ത്യ ഇന്നത്തെ മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് തോൽക്കണം. ഓസ്ട്രേലിയ ഗ്രൂപ്പ് ബിയിലെ 2ാം സ്ഥാനക്കാരാണ്. അതുകൊണ്ട് തന്നെ സെമിയിൽ ഇന്ത്യക്ക് ദക്ഷിണാഫ്രിക്കയെ ലഭിക്കാൻ ന്യൂസിലാൻഡിനോട് തോൽക്കേണ്ടതായുണ്ട്. ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ സെമിയിൽ തോൽപ്പിക്കുകയും ഓസ്ട്രേലിയ ന്യൂസിലാൻഡിനെ തോൽപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ സംഭവിച്ചാലേ ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം കാണാനാവൂ. ഓസ്ട്രേലിയയുടെ ബൗളിംഗ് കരുത്ത് ഇത്തവണ അല്പം ദുർബലമാണ്. എന്നാൽ ഈ വിടവ് നികത്താൻ അവരുടെ ബാറ്റിംഗ് നിരയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിനെതിരെ റെക്കോർഡ് ജയമാണ് ഓസ്ട്രേലിയ നേടിയത്. സ്റ്റീവ് സ്മിത്ത് നയിക്കുന്ന ഓസ്ട്രേലിയക്ക് ഇന്ത്യക്കെതിരെ മാനസികമായ മുൻതൂക്കം അവകാശപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഓസീസിനെ തോൽപ്പിക്കുക എളുപ്പമായിരിക്കില്ല എന്ന് ഉറപ്പാണ്. വരുന്ന മത്സരങ്ങളിൽ ഇന്ത്യക്ക് നിർണായകമാവുക രോഹിത് ശർമ്മയുടെ പ്രകടനമാവുമെന്നാണ് ക്ലാർക്ക് പറയുന്നത്. രോഹിത് ശർമ്മ ഫോമിലേക്ക് എത്തിയത് ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നും ക്ലാർക്ക് ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: രോഹിത് ശർമ്മ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്, അക്കാര്യത്തിൽ സംശയം വേണ്ട. വളരെ മികച്ച രീതിയിൽ അവൻ ഇപ്പോൾ കളിക്കുന്നുണ്ട്. അവന് ടീമിൽ നിർണായക റോളാണുള്ളത്. പവർ പ്ലേയെ പരമാവധി മുതലാക്കി ആക്രമിച്ച് കളിക്കാനാണ് രോഹിത് ശർമ്മ ശ്രമിക്കുന്നത്. സാഹസികമായ ഷോട്ടുകൾക്കടക്കം ശ്രമിക്കുന്നു. ഇത്തവണ രോഹിത്തിന് കീഴിൽ ഇന്ത്യ കപ്പ് നേടുകയും രോഹിത് ശർമ്മ റൺവേട്ടക്കാരിൽ ഒന്നാമനാവുകയും ചെയ്താലും അതിൽ അത്ഭുതപ്പെടാനാവില്ല എന്ന് ക്ലർക്ക് പറഞ്ഞു. രോഹിത്തും കോഹ്ലിയും ശ്രേയസും ശുഭ്മാൻ ഗില്ലും മികച്ച ഫോമിൽ കളിക്കുന്നതാണ് ഇന്ത്യയുടെ കരുത്ത്. ന്യൂസിലാൻഡിനെതിരെയും സെമിയിലുമെല്ലാം ഇന്ത്യയുടെ മത്സരഫലം തീരുമാനിക്കുന്നതിൽ നിർണായകമാവുക ഇവരുടെ പ്രകടനമാവുമെന്ന് നിസ്സംശയം പറയാം. ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യയെ സംബന്ധിച്ച് നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് പറയാം. ഇന്ത്യക്ക് കപ്പ് നേടാൻ സാധിക്കാത്ത പക്ഷം പല സൂപ്പർ താരങ്ങളുടെയും സീറ്റ് ധരിക്കാനും ഇത് കാരണമായേക്കും. പരിശീലകൻ ഗൗതം ഗംഭീറിനടക്കം ടീമിൽ നിലനിൽക്കാൻ ഇന്ത്യയെ കിരീടത്തിലേക്ക് എത്തിക്കേണ്ടതായുണ്ട്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും കളിക്കുന്ന അവസാന ICC ടൂർണമെന്റ് ആയിരിക്കും ഇത് എന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ കപ്പ് നേടണമെന്നാണ് ആരാധകരും ആഗ്രഹിക്കുന്നത്. ന്യൂസിലാൻഡിനെതിരായ മത്സരം ഇന്ത്യക്ക് വളരെ നിർണായകമാണ്. ഈ മത്സരത്തിൽ ഇന്ത്യ വമ്പൻ ജയത്തോടെ സെമിയിലെത്തിയാൽ ഓസ്ട്രേലിയയെ സെമിയിൽ നേരിടേണ്ടതായി വരും. ഇന്ത്യൻ താരങ്ങളുടെ നിലവിലെ ഫോം പരിശോധിക്കുമ്പോൾ കപ്പിലേക്കെത്താൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം.